അപ്പോൾ ഗൈസ് നമ്മുടെ ചെറുക്കനെ കട്ടക്ക് എൽസാഫ് അല്ലേ ആ ചാനൽ കട്ടക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. വേറെ ലെവലാണ് ഗൈസ്. സ്വന്തമായിട്ടുള്ള സ്ഥാപനം സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സഞ്ജു ടെക്കിയുടെ ഫ്രൈഡേ ബേബി, അതായത് സഞ്ജു ടെക്കി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വണ്ടി. സഞ്ജു ടെക്കിയുടെ പവർ പോലെ തന്നെ വണ്ടിയും നല്ല കിടിലം പവർ. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം എൽസാഫ് ബസർ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ബോബി ചെമ്മന്നൂർ, അതായത് മോൺസ്റ്റർ കിങ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കിങ് എന്ന് പറയാം, കേരളത്തിലെ ബോബി ചെമ്മന്നൂരിൻ്റെ ഗോൾഡൻ കാറാണ് ഇവിടെ കിടക്കുന്നത്. അതായത് റോൾസ് റോയ്സ് ടാക്സി, കേരളത്തിലെ നമ്പർ 1 ഒന്നാമതായിട്ടുള്ള റോൾസ് റോയ്സ് ടാക്സിയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വാക്ക് അറൗണ്ട് വീഡിയോ. വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്പിരിറ്റ് ഓഫ് സ്പീഡ്, ആ ഒരു അതിൻ്റെ എംബ്ലം, അതായത് റോൾസ് റോയ്സിൻ്റെ എപ്പോഴും മുഖമുദ്രയായിട്ട് നിൽക്കുന്ന ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഇത്. അത് കഴിഞ്ഞിട്ട് റോൾസ് റോയ്സിൻ്റെ ലോഗോ. താഴേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ബോബി ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ അദ്ദേഹം തന്നെയുള്ള ആ ലോഗോ ക്രോം പ്ലേറ്റിന് ഫ്രണ്ടിലായിട്ട് വരുന്നു. പിന്നെ ഫുൾ വാഹനം മൊത്തം ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഗോൾഡ് പ്ലേറ്റഡ് ആണോ അതോ പെയിൻറ്റഡ് ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇനി സൈഡിലേക്ക് നോക്കാം. സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ടയർ, അതിൻ്റെ നടുക്കായിട്ട് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന റോൾസ് റോയ്സിൻ്റെ ലോഗോ, ഇവിടെയും ഒരു ലോഗോ. പിന്നെ ഡ്രൈവർ സീറ്റിൻ്റെ ഇവിടെ വരുമ്പോഴത്തേക്ക് ബോബി ഓക്സിജൻ റിസോർട്ട്സ് ചെമ്മന്നൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ. ഇതാണ് സ്വന്തമായിട്ടുള്ള സ്ഥാപനം സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് ഞാൻ ഓപ്പൺ ഒന്നും ചെയ്യുന്നില്ല, ബിക്കോസ് അത് ചോദിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് എടുക്കേണ്ടതല്ലേ. ഇൻറ്റീരിയറും കണ്ടോ, ഒരു വുഡ് ഫിനിഷ് ആണ് വരുന്നത്. ഒരു നാപ്പാ ലെതർ ഒരു ഫിനിഷും അതിൻ്റെ കൂടെ ഒരു വുഡ് ഫിനിഷും ആണ് വരുന്നത്. പിന്നെ AC വെൻറ്റും കാര്യങ്ങളും എല്ലാം ക്രോം പ്ലേറ്റഡ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ 2 ഡോർ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഇത്. ഈ നടുക്കാണ് ഏറ്റവും ഈ വാഹനത്തിൻ്റെ കംഫർട്ട് സോണ്. ഈ വാഹനത്തിന് കണ്ടോ, നടുക്ക് ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം പക്ക ലക്ഷറിയുടെ അവസാനത്തെ വാക്കാണ് റോൾസ് റോയ്സ് എന്നുള്ളത്. അത് ഈ ഒരു പ്രൈസിന് കിട്ടുവാനായിട്ട് നമുക്ക് താണ്ടെ ബാക്കിലെ ഇത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ ഗ്രൂപ്പിൻ്റെ ഒരു ഹെലികോപ്റ്റർ, പിന്നെ അദ്ദേഹത്തിൻ്റെ ലോഗോ ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഒരു ടാക്സി, ഇതിൻ്റെ ഏറ്റവും മേളിലായിട്ട് നമ്മൾ വെളിനാട്ടിലേക്ക് കാണുന്ന പോലെ തന്നെ ടാക്സിയുടെ ഒരു ബീക്കൺ ഇതും വെച്ചിട്ടുണ്ട്. ബീക്കൺ ലൈറ്റ് ആണോ അതോ ഡമ്മി ആണോ എന്ന് അറിയത്തില്ല, സംതിങ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും റോൾസ് റോയ്സിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാനായിട്ടോ ഒരു വീഡിയോ എടുക്കാനായിട്ടോ വിചാരിച്ചിട്ടതേ ഇല്ല. അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. കട തിളങ്ങി നിൽക്കുകയാണ്. ബോബി ചെമ്മന്നൂരിൻ്റെ ഈ ആഡംബര വാഹനത്തിനോടൊപ്പം നിൽക്കാനായിട്ട് സാധിച്ചത് ഒരുപാട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരു എന്താണ് പറയേണ്ടത്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് കരികിലില്ല കരികിലൊക്കെ പോലെ തോന്നുന്നു. അപ്പം അത് കൃഷ്ണയന്ത്. എൻ്റെ പേര് എൽസാഫ് ആണല്ലേ. അപ്പം നമുക്കിവിടെ ശങ്കരൻ വ്ളോഗ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നല്ല പവർ, അതായത് ഈ ഒരു പ്രായത്തിൽ വൈബ്. ആരെ കണ്ടോ ഇത് പഠിച്ചത്? ഈ പവർ എവിടെ നിന്ന് കിട്ടിയത്? ഓക്കെ നമുക്ക് കാണാം കേട്ടോ, തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ കാണാമേ. ഓക്കെ ചേട്ടാ, നമുക്കിവിടെ സഞ്ജു ടെക്കിയുടെ ഫ്രൈഡേ ബേബി, അതായത് സഞ്ജു ടെക്കി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വണ്ടി. ഇതിപ്പം കഴിഞ്ഞ ഒരു 1 വീക്കിന് മുന്നേ ആണ് ഇത് ഡ്യുവൽ ടോൺ ആക്കിയത്. അതായത് ഒരു സൈഡ് റെഡും ഒരു സൈഡ് ബ്ലാക്കിൻ്റെ സ്റ്റിക്കർ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രൈഡേ എന്നുള്ള പണ്ടത്തെ റൈറ്റിംഗ്, ഏതാ നമ്മൾ ഒരു മീഡിയൊക്കെ ഒരു പിടിച്ചില്ലേ, ആ റൈറ്റിംഗ് വീണ്ടും കൊണ്ടുവന്നു. പൊളിയല്ലേ കാണാൻ തന്നെ, ഫ്രൈഡേ സ്പോട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നല്ലൊരു കിടിലൻ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് SanjuTechy എന്ന് കൊടുത്തിരിക്കുന്നു. പിന്നെ കറക്റ്റ് സെൻറ്ററിൽ നിന്നുമാണ് എല്ലാം കട്ടുപോയിരിക്കുന്നത്. ക്യാമറയൊക്കെ വന്നിരിക്കുന്നു. പിന്നെ ഫേക്ക് സ്പോയിലറാണ് താഴെ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് സാധാരണ നമുക്ക് ക്രോമിൻ്റെ ഒരു ഫിനിഷാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു ബ്ലാക്കിൻ്റെ ഒരു ജസ്റ്റ് ടെയിൽ ലാമ്പിന് ചുറ്റും കൊടുത്തിരിക്കുന്നതും പൊളി. പിന്നെ ടയർ അലോയി കുറച്ച് അപ്സൈസായിട്ട്
സെറ്റായിട്ട് വണ്ടിയാണെങ്കിൽ ഒരു സ്വിഫ്റ്റ് ആണെന്നോ അതല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും കിടിലനായിട്ട് സ്വിഫ്റ്റ് മോഡിഫൈ ചെയ്ത് ഇറക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഞ്ജുടെക്കിയുടെ പവർ പോലെ തന്നെ വണ്ടിയും നല്ല കിടിലൻ പവർ. സൈഡിൽ ഫ്രൈഡേ എല്ലാം റൈറ്റിങ്ങും എല്ലാം കണ്ടോ. അപ്പോൾ ഫ്രൈഡേയുടെ കൂടെ ഒരു ഇച്ചിരി സമയം ചിലവഴിക്കാൻ എനിക്കും കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. അപ്പം നമ്മുടെ മനുച്ചേട്ടനും കൂടെ ഉണ്ട്. മനുച്ചേട്ടൻ എങ്ങനെയുണ്ട് ഫ്രൈഡേ ബേബി? ഫ്രൈഡേ ബേബി പൊളിയല്ലേ. നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ കിടിലൻ വണ്ടി. അതായത് സഞ്ജുടെക്കിയുടെ വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ പൊളിയാണ്. അപ്പം നമ്മൾ ബോബി ചേട്ടൻ്റെ വണ്ടി റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മുടെ ഓൾ ഇന്ത്യ സൈക്കിളിൽ ഫുൾ ട്രിപ്പ് അടിച്ചല്ലേ? ഓൾ ഇന്ത്യ പോകാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ കൊൽക്കത്ത കൊൽക്കത്ത എത്തിയപ്പോഴത്തേക്ക് ലോക്ക്ഡൌൺ ആയിട്ട് പിന്നെ അതിന്റെ കുറെ സീരീസ് ഉണ്ട്. ലോക്ക്ഡൌണിൽ അവിടെ നിൽക്കുന്നതും എല്ലാ വീഡിയോ കാണുന്നുണ്ട്. ചെങ്ങന്നൂരല്ലേ വീട്? ചെങ്ങന്നൂര്. ഞാൻ മാവേലിക്കരക്കാരൻ. പിന്നെ ഞങ്ങളുടെ അധ്യാപകന്മാർ സെയിം ആണ്. ഗിരീഷ് സാറാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ അധ്യാപകൻ. അതായത് ഇവന്റെ ചാനൽ കയറി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യണം. ചെക്കൻ ഒന്ന് വളർന്നു വരട്ടെ. എന്തൊക്കെയാണ് കണ്ടന്റ് വരുന്നത്? കണ്ടന്റ് വരുന്നത് ഓട്ടോമൊബൈൽ ഇതുണ്ട്, റിവ്യൂസ് ഉണ്ട്, പിന്നെ ലൈഫ് സ്റ്റൈൽ അതൊക്കെയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെക്കൻ ഇത്രയും യൂട്യൂബേഴ്സിന്റെ ഇടയിൽ വന്ന് എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ടാണ് ഇപ്പൊ ഇറങ്ങുന്നത്. അതെ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവന്റെ ലുക്കില്ലേ? അതെ അതെ, കൃഷ്ണ ഇത് കണ്ട അബി പിന്നെ ഗോകുലിയേട്ടനുണ്ട്. ഇപ്പം നമ്മുടെ വാഹന രംഗത്തുള്ളത് കൊണ്ട് പറയാം യമഹയുടെ ഇച്ചിരി ബുദ്ധിമുട്ടില്ല. പക്ഷെ ഉറപ്പായിട്ട് അത് സെറ്റായി വരും. സെറ്റായില്ലെങ്കിൽ ഞാൻ സമരം ഇരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. ക്യാമറമാന്റെ കൈമാറുന്നു. അപ്പോൾ ഒരു ഫൺ ഡേ, അതായത് എല്ലാവരെയും നേരിട്ട്, അതായത് സ്ക്രീനിൽ മാത്രം കണ്ടുകൊണ്ടിരുന്നവരെ നേരിട്ട് കാണാനായിട്ട് ഒരു അവസരം കിട്ടിയപ്പോൾ ഉള്ള ഒരു ഫൺ ഡേ. അപ്പൊ നമുക്കിവിടെ ആലപ്പുഴയിലെ ഏറ്റവും മുത്ത് സഞ്ജുടെക്കി, അതായത് വൈബ് എന്ന് പറഞ്ഞാൽ വൈബ്, പവർ എന്ന് പറഞ്ഞാൽ പവർ. അത് ആരുടെ വ്ളോഗിൽ വന്നാലും ഫുൾ എനർജിയാണ്. ചെറുക്കൻ ഞങ്ങൾക്ക് വന്നു പറഞ്ഞ് സഞ്ജുടെക്കിയുടെ ഔട്ടർ വേണം. സഞ്ജുടെക്കി ഔട്ടർ ഓക്കെ. ബേബി അത് വേണം. അത് ബേബി അവർക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പൊ നിന്റെ ചാനലിന്റെ പേരെന്താണ്? എൽസാഫ്. അപ്പൊ ഗൈസ്, നമ്മുടെ ചെറുക്കനെ കട്ടക്ക് എൽസാഫ് അല്ലേ? ആ ചാനൽ കട്ടക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. വേറെ ലെവലാണ്, വേറെ ലെവലാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പ്ലീസ് ഗൈസ്, പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ടോപ്പ് അടിച്ചു പൊട്ടിക്കുക. എന്നാൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. So guys, keep supporting. It's me Sanju and bye bye baby.